ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐക്കോറ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫിഷ് നന്നായി കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അതിലേക്ക് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വിനാഗിരി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടി കാഷ്യൂ നട്ട്സ്, റൈസൻസും സവാളയും വറുത്ത് കോരാം. അപ്പോൾ അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ ഓയിൽ തന്നെ സവാള വഴറ്റാം. ഉപ്പിട്ടതിന് ശേഷം നന്നായി വഴറ്റുക. നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ ഇതുപോലെ. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളകും ചേർക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. ബിരിയാണി മസാല 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഫിഷ് ആയതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് തൈര് ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം മല്ലിയില, പുതിനയില ചേർക്കാം. ഇനി അതിന് മേലെ ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. അതിനുശേഷം ഫിഷ് ഓരോന്നായി എടുത്തു മാറ്റാം. ഈ മസാലയിലോട്ട് 2 സവാള ഫ്രൈ ചെയ്ത് പൊടിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെയും ബിരിയാണി ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ റൈസ് ഇട്ട് കൊടുക്കുന്നത്. മീനെല്ലാം ഉടഞ്ഞു പോകാതിരിക്കാനാണ് മീൻ എടുത്തു മാറ്റുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ചേർക്കാം. നേരത്തെ എടുത്തു വെച്ച ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ള സവാള ഫ്രൈ ചെയ്തതും കാഷ്യൂ നട്ട്സും റൈസൻസും ചേർക്കാം. ഫിഷ് ഓരോന്നായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.